ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊതുവെ റമദാൻ മാസം ആഗതമായാൽ ചർച്ചാ വിഷയമാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തറാവീഹിൻ്റെ റക്അത്തുകൾ എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് സ്വലാത്തുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം, സ്വലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈൽ, ഇതൊക്കെ ഒന്നിൻ്റെ പേരാണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രി നമസ്കാരം, നിശാ നമസ്കാരം ഈരണ്ട് റക്അത്തുകളാണ്. എന്നിട്ട് ആ സഹാബിയോട് പറയാം, നീ സുബഹി അങ്ങനെ നമസ്കരിച്ച് സുബഹി ആകുമെന്ന് ഭയപ്പെടുവൈൻ ഖശീത സുബ്ഹ ഫൗത്തിർ ബിവാഹിദ, സുബഹി ആകുമെന്ന് നീ ഭയപ്പെട്ടാൽ, ബാങ്ക് കൊടുക്കാൻ പോവുകയാണ് സമയമായി എന്ന് തോന്നിയാൽ നീ ഒരു റക്അത്ത് നമസ്കരിച്ച് വിത്റാക്കി അത് അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിന് ഫിക്സഡായ വളരെ കൃത്യമായ റക്അത്തുകൾ അത് കണിശമായി പാലിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് പറയുമായിരുന്നു, നീ 11 നമസ്കരിക്കുക, അല്ലെങ്കിൽ 23 നമസ്കരിക്കുക, അങ്ങനെ ഒരു കൃത്യ എണ്ണം പറയുമായിരുന്നു. സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട്, അസ്സുകൂതു ഫീ മാരിദിൽ ബയാനി ലാ യജൂസ്, വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പറയാതിരിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് പറയാറുണ്ട്. ഇവിടെ ഇദ്ദേഹം വന്നിട്ട് സ്വലാത്തുൽ ലൈലിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ റക്അത്തിൻ്റെ എണ്ണം ഗൗരവമുള്ളതാണെങ്കിൽ, കണിശമായി പാലിക്കേണ്ട എണ്ണം അതിനുണ്ടെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാതിരിക്കുക എന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയില്ല. ഇദ്ദേഹത്തോട് പറഞ്ഞെന്താണ്, അത് വളരെ ഫ്ലെക്സിബിളായി കൊടുത്തിരിക്കുകയാണ്, എത്ര വേണമെങ്കിലും നമസ്കരിക്കുക. അങ്ങനെ പറയാനൊരു കാരണം, ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ദീർഘനേരം നിന്ന് നമസ്കരിക്കലായിരിക്കും, നിൽക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ല. അവർക്കും ഖിയാമുൽ ലൈലിൻ്റെ കൂലി കിട്ടണം. രാത്രി നമസ്കാരത്തിൻ്റെ പേര് തന്നെ ഖിയാമുൽ ലൈലിന്, ദീർഘമായി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേരുണ്ട്. വേറെ ചില ആളുകൾക്ക് ദീർഘനേരം ഒറ്റ നിൽപ്പ് നിൽക്കാൻ എന്നത് പ്രയാസമായിരിക്കും. അതേസമയം അവർക്ക് റുകൂഉം സുജൂദും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടാവുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കാം. ഇനി അങ്ങനെയല്ല, നൃത്തം ധാരാളം നിൽക്കാൻ കഴിയുന്ന ആളുകൾ ഏറ്റവും ഉത്തമ മതമാണ്, ദീർഘമായി നിന്നുകൊണ്ട് നമസ്കരിക്കാം. അവർക്കൊക്കെ ഖിയാമുൽ ലൈലിൻ്റെ പ്രതിഫലവും പുണ്യവും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇത്ര റക്അത്തേ പാടുള്ളൂ, കൂട്ടാനോ കുറക്കാനോ പാടില്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലോ അല്ലാത്തപ്പോഴോ 11-ലധികം നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 13 എന്നും വേറെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ 15 എന്നും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സുബഹിൻ്റെ സുന്നത്ത് കൂടി കൂട്ടിയത് കൊണ്ടാണ് എന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 15 എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, ഇതൊരു വളരെ എന്താ പറയുക, ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണോ അവരുടെ ശാരീരികവും ആരോഗ്യപരവുമായ സൗകര്യം, അതിനനുസരിച്ച് റക്അത്തുകളുടെ എണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഏറ്റവും ഉത്തമം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടുള്ള റക്അത്തുകൾ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.